ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ക്യൂട്ട് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബർത്ത്ഡേ ഫംഗ്ഷനാണ് കേട്ടോ. നമ്മുടെ അയൽവാസിയുടെ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ ഞാനും മക്കളും കൂടെ ഇറങ്ങിയതാണ് കേട്ടോ. ഏകദേശം ഒരു 10:30 കാണും. അപ്പം ഞങ്ങളങ്ങനെ പോവുകയാണ്. കുട്ടാട്ടൻ പിന്നെ അങ്ങോട്ട് എത്തിക്കോളാം എന്ന് പറഞ്ഞു. ചെറിയൊരു വർക്ക് ഉണ്ടായിരുന്നു, അപ്പം അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് എത്തിക്കോളാം എന്ന് പറഞ്ഞു. പിന്നെ അമ്മ അരികോട് പോയതായിരുന്നു. ചേച്ചിയാണെങ്കിൽ ഇവിടെ സ്ഥലത്തില്ല, ചേച്ചീൻ്റെ വീട്ടിലാണ്. ചേച്ചീൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാഞ്ഞിട്ട് അവിടെയാണ് കേട്ടോ. അപ്പോൾ ഞാനും മക്കളും കൂടെ പോവുകയാണ്. പിന്നെ വാവേൻ്റെ ചേച്ചിമാരുണ്ട്, മുല്ലുണ്ട്, മോളുണ്ട്, പിന്നെ ജിത്തു, എബി, അങ്ങനെ എല്ലാ കുട്ടിപ്പട്ടാളങ്ങളും ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പോവുകയാണ്. അപ്പോൾ ഞാൻ ഗിഫ്റ്റായിട്ട് ചെറിയൊരു ടോയാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി, വീട്ടിലെത്തിയിട്ടോ. അപ്പോൾ ഞങ്ങളാണ് കേട്ടോ ഫസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് വേറെ ഗസ്റ്റൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല, ഞങ്ങൾ നേരത്തെ കാലത്തെ തന്നെ എത്തിയിട്ടോ. അപ്പോൾ അവർ മാറ്റിയിട്ടൊന്നുമില്ല കേട്ടോ, കോസ്റ്റ്യൂമൊന്നും. അതല്ല, അവരതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ മാറ്റിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ നേരത്തെ എത്തിയതുകൊണ്ടാണ്. അപ്പം ഞങ്ങൾ എത്തിയ സമയത്ത് സായി ഉറങ്ങായതുകൊണ്ട് കൊണ്ടുവന്ന ഗിഫ്റ്റൊക്കെ നേരെ തന്നെ ജാനേച്ചിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് കേട്ടോ. കാരണം മോൻ ഉറങ്ങുകയാണല്ലോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കൊടുത്തു. പിന്നെ ഞങ്ങൾ അങ്ങനെ അവിടെ വട്ടം തിരിഞ്ഞ് ഇങ്ങനെ കുറച്ച് സമയം ഇരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മോനെ ഉറങ്ങുന്നത് കാണിച്ചു തരാം കേട്ടോ. ആൾ നല്ല ഉറക്കമായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞേരാണ് കേട്ടോ എണീറ്റിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സായുവിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. ഈ വീഡിയോ കാണുന്നവർ സായുവിനൊന്ന് വിഷ് ചെയ്യാം കേട്ടോ. എൻ്റെ മുന്നത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഇവരെ നല്ല പരിചയം ഉണ്ടായിരിക്കും. കാരണം ഞാൻ ഇതിൻ്റെ മുന്നേ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങോട്ട് വീട്ടിലേക്ക് വരുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സായു ഉണർന്നിട്ടുണ്ട്. അപ്പോൾ കൊണ്ടുവന്ന ഗിഫ്റ്റ് കുഞ്ഞൂസ് അപ്പം തന്നെ പൊതി അഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ വാവയൊക്കെ മറ്റേ ഫോട്ടോ ഫ്രെയിം ആയിരുന്നു കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആൾ ഉറങ്ങുന്നത് വരെ ആ വീട്ടിൽ ആരും ഇല്ലായിരുന്നു. ഉറങ്ങി എണീറ്റപ്പോൾ അതേ റൂം നിറയെ ആൾ. അപ്പോൾ പെട്ടെന്ന് എല്ലാവരും കൂടെ കണ്ടിട്ടാന്ന് തോന്നുന്നു അങ്ങ് കരഞ്ഞു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ സെറ്റായി. പെട്ടെന്ന് ഉറങ്ങി എണീറ്റപ്പോൾ എല്ലാവരും കൂടെ കണ്ടപ്പോൾ ഉള്ള ആ ഒരു ഷോക്ക് ഉണ്ടല്ലോ. അങ്ങനെ സായു എന്നുള്ളത് വീട്ടുപേരാണ് കേട്ടോ. അതായത് നമ്മുടെ വിളിപ്പേര് എന്ന് പറയുമല്ലോ. ഒറിജിനൽ പേര് യുവിൻ എന്നാണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞേരെ മക്കൾ അവിടെ ഊഞ്ഞാല കണ്ടപ്പോൾ ഊഞ്ഞാലാടാൻ തുടങ്ങിയിട്ട്. ഒന്ന് സാരിയോട് കെട്ടിയിട്ടുണ്ടായിരുന്ന ഊഞ്ഞാലാണ്, പിന്നെ ഒന്ന് നമ്മൾ ആ വാങ്ങുന്ന ഊഞ്ഞാലുണ്ടല്ലോ. പിന്നെ ഊഞ്ഞാലാടുന്നതിനിടയ്ക്ക് അവർ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടു. അപ്പം അങ്ങനെ എല്ലാവരും കൂടെ ചായ കുടിക്കാൻ വരികയാണ്. കാര്യമായിട്ട് ഞങ്ങൾ മാത്രമേ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മോളും അതായത് ഇഷ, മോളീൻ്റെ മോളാണ് കേട്ടോ, നദീറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. മോളിക്ക് ഒടുക്കത്തെ ചമ്മലായിരുന്നു കേട്ടോ. ഞാൻ ക്യാമറ ഓണാക്കി ചെന്നപ്പോൾ നദീറിന് പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. എനിക്ക് നല്ല രീതിയിൽ ഫോക്കസൊക്കെ ചെയ്ത് തന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞേരെ മിലേഷ് നമ്മുടെ വെൽക്കം ഡ്രിങ്ക് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നോടാണ് കേട്ടോ മധുരം ഉണ്ടോ നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കാണെങ്കിലും മധുരം വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ ചെറിയ മധുരത്തിൽ തന്നെ ഞാനത് ഓക്കെ എന്ന് പറയും കേട്ടോ. അതായത് നല്ല മധുരം ഉണ്ടെന്ന് എനിക്ക് തോന്നിപ്പോവും. പിന്നെ അത്ര പോരാ, കുറച്ചും കൂടെ നമ്മൾ വെള്ളം ആഡ് ചെയ്യാനുള്ളതായതുകൊണ്ട് കുറച്ചും കൂടെ പഞ്ചസാരയൊക്കെ ഇട്ട് സെറ്റാക്കുകയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞാൽ ഞങ്ങളങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വന്നിരുന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, അവർ ഡ്രസ് കോഡായിരുന്നു കേട്ടോ. അവിടുത്തെ അച്ഛനൊഴികെ ബാക്കി എല്ലാവരും ഡ്രസ് കോഡിൽ പെട്ടിട്ടുണ്ട് കേട്ടോ. അച്ഛനെന്തോ അത് ഇട്ടിട്ടില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. പിന്നെ അത് കഴിഞ്ഞേരാണ് കേട്ടോ ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞാക്കുട്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കാക്ക ഗിഫ്റ്റൊക്കെ കൊണ്ടാട്ടോ വന്നത്. പക്ഷേ എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഗിഫ്റ്റായിട്ട് സിറ്റ് ഔട്ടിലേക്ക് കയറി പോയതിന് ശേഷമാണ് ഞാൻ ഫോൺ കൊണ്ട് ചെന്നത് കേട്ടോ. അപ്പോൾ അതെനിക്ക് വീഡിയോയിൽ പെട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ ഫ്രണ്ടിൽ തന്നെ റോഡായതുകൊണ്ട് മക്കൾ ഫുള്ള് ഓടിക്കളിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ കുട്ടാട്ടൻ വന്നാൽ പിന്നെ അല്ലുവിനെ അറിയാലോ, അച്ചക്കുട്ടിയാണ്, പിന്നെ ആരുടെ അടുത്തേക്കും പോകില്ല. മെയിനായിട്ട് സോപ്പ് ഇടുന്നത് ഫോൺ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം ഞാൻ എൻ്റെ ഫോൺ കൊടുക്കാറില്ല, കുട്ടാറിൻ്റെ ഫോൺ മാത്രമേ അവന് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സോപ്പിങ്ങിലാണ്. പിന്നെ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ എത്തി തുടങ്ങി. പിന്നെ ഏകദേശം ഒരു കേക്ക് കട്ട് ചെയ്യാനുള്ളൊരു സമയമൊക്കെ ആയപ്പോൾ നീതുവിൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ഛനും അമ്മയും ചേച്ചിയും അനിയത്തിയും അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു.
അങ്ങനെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. പിന്നെ എല്ലാവരും കേക്ക് കഴിക്കാനുള്ളൊരു വെയിറ്റിങ്ങിലായിരുന്നു കേട്ടോ. അപ്പോൾ അതുവരെ ഉള്ളിലിരുന്ന് എല്ലാവരും കേക്ക് കട്ടിങ്ങിൻ്റെ ഒരു സമയമായപ്പോൾ അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞേരെ കുക്ക് ഏറ്റെടുത്തിട്ടോ ആ വർക്ക് കേക്ക് കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും സെർവ് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ എല്ലാവരും കേക്കൊക്കെ കഴിച്ചു. പിന്നെ നമുക്ക് മെയിനായിട്ട് ഫുഡ് കഴിക്കുന്ന ആ ഒരു സമയമാണല്ലോ, അപ്പം അതിൻ്റേതായ ഒരു തിരക്കായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും ഫുഡ് വിളമ്പാനും സെറ്റ് ചെയ്യാനും ടേബിൾ സെറ്റ് ചെയ്യാനും അങ്ങനെ ഓരോ കാര്യങ്ങൾ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ച് ഇങ്ങനെ സ്വരം പറഞ്ഞിരിക്കുന്ന സമയത്താണ് കേട്ടോ ശശിയേട്ടനും ബിച്ചാവി വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറേ പേരൊക്കെ വന്നവരൊക്കെ ഇങ്ങനെ തിരിച്ചു പോയിട്ടോ, മോളിൽ നദീറൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ബിച്ചാവ ഭയങ്കര സപ്പോർട്ട് കേട്ടോ, കാരണം വീഡിയോ എടുത്തോ, ശശിയേട്ടൻ കഴിക്കണത് തന്നെ സൂം ചെയ്തെടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം എനിക്കും തോന്നി അങ്ങനെ എടുക്കാമല്ലോ, വീഡിയോ എടുക്കാമല്ലോ എന്നുള്ളത്. തിന്നാനും സമ്മതിക്കൂല, ഒരു സ്വൈര്യം കൊണ്ടടി എന്നൊക്കെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതൊന്നും മൈൻഡ് ചെയ്തില്ല കേട്ടോ, എനിക്ക് പിന്നെ വീഡിയോ ആണല്ലോ മുഖ്യം. അങ്ങനെ അത് കഴിഞ്ഞ് അവരും പോയിട്ടുണ്ടായിരുന്നു, ഫുഡൊക്കെ കഴിച്ച് അവരും പോയി. ഞങ്ങളും ഇറങ്ങാനായിട്ട് അപ്പോഴേക്കും അല്ലു നല്ല ഉറക്കമായിരുന്നു. പിന്നെ ഞാൻ അവനെ തോളിലിട്ടിട്ട് അങ്ങനെ നടന്നു പോന്നു കേട്ടോ. അവിടെ നിന്ന് ടാറ്റ ബൊബായ് സീ യു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരുമ്പം അംഗൻവാടിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അല്ലുവിൻ്റെ അമൃതം പൊടി വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങി എല്ലാവരും വെയിറ്റൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.